റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടം എല്ലാവർക്കും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. ഒരു നമ്പറിനെ മറ്റൊരു ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു റിമൈൻഡർ എന്തായാലും ലഭിക്കും. അതേ നമ്പറിൻ്റെ ഇരട്ടിയെ അതേ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് റിമൈൻഡർ വരും, എന്ത് മാറ്റമാണ് അതിൽ വരുന്നത്? അതേ നമ്പറിനെ അതേ നമ്പറിൻ്റെ മൂന്നിരട്ടിയെ അതേ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത്? ഇതെല്ലാം നമുക്ക് സംശയമാണ്. നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് അത് നമുക്ക് കാണാം. അപ്പോൾ അതിനൊക്കെയുള്ള ആൻസറാണ് ഇന്നത്തെ ഈ ക്ലാസ്. റിമൈൻഡേഴ്സ് ശിഷ്ടത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഗ്രൂപ്പ് ഡി എക്സാംസ് ഇങ്ങ് വരികയായി, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായി അസ്ത്ര ബാച്ച് എന്ന് പറഞ്ഞൊരു സെഷൻ അല്ലെങ്കിൽ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് മാത്സ് ഹാൻഡിൽ ചെയ്യുന്ന ഞാനാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി സിംപ്ലിഫിക്കേഷൻ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നമ്പർ സിസ്റ്റത്തിലെ റിമൈൻഡർ എന്ന ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട, ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കി, റിമൈൻഡേഴ്സ് മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ശിഷ്ടം. The remainder is the value left after the division. The remainder is the value left after the division. നോക്കി, ഒരു ഡിവിഷൻ കഴിയുമ്പോൾ അതിൽ അവസാനിക്കുന്ന ഏറ്റവും അവസാനം വരുന്ന വാല്യൂ ആണ് എന്ത് റിമൈൻഡേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ തന്നെ നോക്കാം. 8 ഡിവൈഡഡ് ബൈ 3, 8 ഡിവൈഡഡ് ബൈ 3. ഇതാ നോക്കി, 8 ഡിവൈഡഡ് ബൈ 3 നോക്കി എത്ര വട്ടം പോകും? കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ആയി പോകില്ല. 3 × 2 6. എത്ര വട്ടം? 2. റിമൈൻഡർ അപ്പോൾ എന്ത് വരും? 8 - 6 2. ഇനി ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ഡെസിമൽ എടുത്തൊക്കെ ഡിവൈഡ് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ അപ്പോൾ എന്ത് വന്നു? റിമൈൻഡർ എന്ത് വന്നു? 2. ശിഷ്ടം എന്ത് വന്നു? 2. ക്ലിയർ ആണോ? ഇതാണ് ഒരു ഡിവിഷൻ. ക്ലിയർ ആണോ? റിമൈൻഡർ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ടേംസ് അല്ലെങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ പേരെന്താന്ന് പറയാമോ? ഈ നമ്പർ എന്താ, ഇതിൻ്റെ പേരെന്താ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നോക്കി, ഈ 8 അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ, ക്ലിയർ ആണോ? നമ്മുടെ മെയിൻ നമ്പർ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ്. നിങ്ങൾ കേട്ട് കാണാൻ വഴിയില്ല. ഡിവിഡൻഡ്. ഇനി ഡിവൈഡ് ചെയ്യുന്ന ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ക്ലിയർ ആണോ? വലിയ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഡിവൈസർ. ക്ലിയർ ആണോ? ഡിവൈഡ് ചെയ്യുന്ന ആ വലിയ നമ്പറിനെ വിളിക്കുന്ന പേര് ഡിവിഡൻഡ്. ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറിനെ, വലിയ നമ്പറിനെ ഒരു ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറിനെ വിളിക്കുന്ന പേര് ഡിവൈസർ. ഇനി ഒരു നമ്പർ കൂടെ ഉണ്ടല്ലോ, 2. ഇതെന്താ? ഇത് നിങ്ങൾക്ക് അറിയാൻ വഴിയുണ്ട്. കോഷ്യന്റ്. അപ്പോൾ ഈ 4 ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാ? ഡിവിഡൻഡ്, ഡിവൈസർ, റിമൈൻഡർ ആൻഡ് കോഷ്യൻ. ഈ 4 ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കി, ഡിവിഡൻഡ് എന്താ ഇവിടെ? 8. 8ലേക്ക് എനിക്ക് എങ്ങനെ എത്താം? നോക്കി, 3 താണ്ട് ഈ 3 ഡിവൈസർ 3 × കോഷ്യന്റ് 2 ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അതിൻ്റെ കൂടെ റിമൈൻഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. 3 × 2 എന്താ? 6. 6 + 2 എന്താ? 8. എനിക്ക് എന്ത് കിട്ടി ഇവിടെ? ഡിവിഡൻഡ് കിട്ടി. അതെങ്ങനെ കിട്ടി? നോക്കിയോ, ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ into quotient plus remainder. ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഫോർമുല. ഡിവിഡൻഡ് കണ്ടുപിടിക്കാൻ എന്താണ് ഫോർമുല? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇതാണ് ഡിവിഡൻഡ് അല്ലെങ്കിൽ നമ്മുടെ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതാ നോക്കി, ഇവിടെ എന്താ? അതാണ്ട് ഇത് 8 അല്ലേ ഡിവിഡൻഡ് ഇവിടെ ഇല്ല എന്നിരിക്കട്ടെ. നമ്മുടെ കയ്യിൽ എന്തേ ഉള്ളൂ? കോഷ്യന്റ് ഉണ്ട്, ഡിവൈസർ ഉണ്ട്, റിമൈൻഡർ ഉണ്ട്. കോഷ്യന്റ് എത്ര? നമ്മളുടെ 2. ഡിവൈസർ എത്ര? നമ്മളുടെ 3. റിമൈൻഡർ എത്ര? 2. നോക്കി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഡിവൈസർ ഇൻറ്റു ഡിവൈഡൻഡ് എന്ന് വെച്ചാൽ ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്. ഡിവൈസർ എന്താ? ഇവിടെ 3.
കോഷ്യൻ്റ് എന്താ ഇവിടെ 2 പ്ലസ് റിമൈൻഡർ എന്താ ഇവിടെ 2. 3 × 2 6, 6 + 2 8, ഡിവിഡൻറ്റ് 8. ഇതാ 8 അല്ലേ ഡിവിഡൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഡിവിഡൻറ്റ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതുമായിട്ട് ബേസ് ചെയ്ത് 2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ക്ലിയർ ആണോ? നമ്മളുടെ ഗ്രൂപ്പ് ഡി എക്സാംസിന് ചോദിച്ച മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ മൊത്തവും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ കണ്ടു തന്നെ ഇരിക്കുക. നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ആദ്യത്തെ ചോദ്യം, വെൻ എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 14, ഒരു നമ്പറിനെ ഏതോ ഒരു നമ്പറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കോഷ്യൻ്റ് എന്ത് കിട്ടി? 8. ആൻഡ് ദ റിമൈൻഡർ ഈസ് എന്ത്? 5. ഇതാണ് ചോദ്യം. ഏതോ ഒരു നമ്പറിനെ, ഞാൻ ആ നമ്പറിനെ എന്നെടുത്തു. എന്ന് പറയുന്ന നമ്പറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 18 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കോഷ്യൻ്റ് എന്ത് കിട്ടി? 8. റിമൈൻഡർ എന്ത് കിട്ടി? 5. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്ന് പറയുന്ന നമ്പറിനെ കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. When a number is divided by 14, the quotient is 8 and the remainder is 5. Find the number. എങ്ങനെ കണ്ടുപിടിക്കും? ഓൾറെഡി നമ്മൾ ഇക്വേഷൻ പഠിച്ചു. ഇനിയിപ്പോൾ വേറെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ നമുക്കിവിടെ? ഇല്ല. എന്താണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ? നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിവിഡൻറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ആണ്. ഡിവിഡൻറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ എന്താ? ഡിവിഡൻറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ എന്തൊക്കെയുണ്ട്? ഡി ഈസ് ഡിവൈഡഡ് ബൈ 14 ആണേ, 18 അല്ലേ, 14 is divided by 14 14 കൊണ്ടാണ് നമ്മളുടെ നമ്പറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 14 എന്താ നോക്കിയേ. എന്ന് പറയുന്ന നമ്പറിനെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റിമൈൻഡർ എന്ത് വന്നു? 5 വന്നു. കോഷ്യൻ്റ് എന്ത് വന്നു? 8 വന്നു. അങ്ങനെയാണെങ്കിൽ ഈ 14 എന്താ? നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ നമ്മളെല്ലാം വരച്ച് കാണിച്ചു തന്നെ. ഈ 14 അപ്പം എന്താ ഇവിടെ? 14 എന്താ? ഡിവൈസർ. അതെ, ഡിവൈസർ ആണ് 14. ഡിവൈസർ. ഇപ്പൊ നമ്മുടെ ഫോർമുല എന്താ? ഡിവിഡൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് എന്ത് റിമൈൻഡർ. ഇതാണ് നമ്മളുടെ ഡിവിഡൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല. നോക്കിയേ, ഡിവൈസർ നമ്മുടെ കയ്യിലുണ്ട്. എന്താ? 14 ഇൻറ്റു കോഷ്യൻ്റ് ഉണ്ടോ? ഉണ്ട്, 8. 14 ഇൻറ്റു 8 പ്ലസ് റിമൈൻഡർ എന്താ? 5. 14 ഇൻറ്റു 8 പ്ലസ് 5. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 14 ഇൻറ്റു 8 പ്ലസ് 5. ഇതാണ് നമ്മുടെ ഡിവിഡൻറ്റിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാതെ പെട്ടെന്ന്. നമുക്ക് കാൽക്കുലേഷൻ ചെയ്യരുത്, അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. നോക്കിയേ, നമ്മളുടെ ഓപ്ഷനിലേക്ക് നോക്കിയേ, യൂണിറ്റ് ഡിജിറ്റ്സ് നോക്കിയേ, 0, 5, 7, 8 എല്ലാം ഡിഫറെൻറ്റാണ്. വ്യത്യസ്തങ്ങളായ യൂണിറ്റ് ഡിജിറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് മടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? യൂണിറ്റ് ഡിജിറ്റ് വെച്ച് നോക്കിയാൽ മതി. നോക്കിയേ, 14 ഇൻറ്റു 8 ചെയ്യുമ്പോൾ 4 ഇൻറ്റു 8 അല്ലേ അവസാനം വരുന്നത്? 4 ഇൻറ്റു 8ൻ്റെ എന്താ? 32. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താ? 2. 4 ഇൻറ്റു 8 എന്താ? 32. 32ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് വെച്ചാൽ എന്താ? അവസാനത്തെ അക്കം, വൺസ് ഡിജിറ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ് യൂണിറ്റ് ഡിജിറ്റ്. എന്ത് കിട്ടും? 2 കിട്ടും. പിന്നെ എന്താ? +5. 2 + 5 എന്താ? 7. നമ്മളുടെ ആൻസർ അപ്പോൾ എന്ത് വരും? എന്തോ ഇങ്ങനെ വന്നു, അവസാനത്തെ അക്കം എന്ത് വരും? 7 വരും. അത് മതി നമുക്ക്. കാര്യം എന്ന് വെച്ചാൽ എന്താ? ഓപ്ഷൻ്റെ അവസാനമൊക്കെ എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഓപ്ഷനിൽ അവസാനമൊക്കെ 7 വരുന്നത് എത്ര ഓപ്ഷൻസ് ഉണ്ട്? ഒരു ഓപ്ഷനേ ഉള്ളൂ. ഏത് ഓപ്ഷനാ? തേർഡ് ഓപ്ഷൻ, 117. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 117. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? നമുക്ക് നോർമലി തന്നെ ചെയ്യാം. നമുക്ക് അറിയാവുന്ന കാൽക്കുലേഷൻ തന്നെ ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. ആരും ഒന്നും പറയില്ല. നിങ്ങൾക്ക് എങ്ങനെ ആൻസർ കിട്ടുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നോക്കിയേ, 14 ഇൻറ്റു എന്താണ് നമ്മുടെ കോഷ്യൻ്റ്? 8 + 5. നോക്കി, 14 ഇൻറ്റു 8. അടുത്തൊരു മെത്തേഡ് പറഞ്ഞുതരാം. 14 ഇൻറ്റു 8
14 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എന്താ 10 + 4 ഇൻറ്റു 8 അല്ലേ? ആണല്ലോ 8 ഇൻറ്റു 10 എന്താ 80 പ്ലസ് അല്ലേ ഇതാണ് വിട്ടേക്കുന്നത്. 8 ഇൻറ്റു 4 എന്താ 32. 80 + 32 എന്താ 112. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇനി 14 ഇൻറ്റു 8 മൾട്ടിപ്ലൈ ചെയ്യാൻ മടിയാണ് അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്പറിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക, വലിയ നമ്പറിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എളുപ്പമാവും. ക്ലിയർ ആണോ? അതേപോലെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 10ൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ 0ത്തിൽ അവസാനിക്കുന്ന ഒരു വാല്യൂ ഇട്ടാൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായി. ക്ലിയർ ആണോ? അപ്പോൾ എന്താ നമ്മളുടെ 14 ഇൻറ്റു 8 112 പ്ലസ് എന്താടാ 5. 112 പ്ലസ് 5 എന്താ 117. ഇതാ മൂന്നാമത്തെ ഓപ്ഷൻ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ചെയ്താൽ മതി. പക്ഷേ കാൽക്കുലേഷൻ സ്പീഡ് ആക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ടൈം കുറയ്ക്കുക. എത്ര സെക്കൻഡ്സ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഈ മോഡൽ എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. The divisor is 10 times the quotient. ആ ഒരു മോഡൽ അല്ല, അടുത്തൊരു മോഡൽ. പക്ഷേ നമുക്ക് അതേ രീതി തന്നെ ചെയ്യാം. ഡിവൈസർ ഈസ് 10 ടൈംസ് കോഷ്യന്റിന്റെ 10 മടങ്ങ്. അപ്പോൾ 10 ഇൻറ്റു കോഷ്യന്റ്. ക്ലിയർ ആണോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അതാണ്. ദ ഡിവൈസർ ഈസ് 10 ടൈംസ് ദ കോഷ്യന്റ്. ഡിവൈസർ എന്ന് പറയുന്നത് കോഷ്യന്റിന്റെ 10 ഇരട്ടിയാണ്. അത്രേ ഉള്ളൂ. ഡിവൈസർ എന്ന് പറയുന്നത് കോഷ്യന്റിന്റെ 10 ഇരട്ടിയാണ്. അത്രേ ഉള്ളൂ. ഇനി നോക്കി, ആൻഡ് തീർന്നിട്ടില്ല. ആൻഡ് 5 ടൈംസ് ദ റിമൈൻഡർ. ഇത് പറയുന്നത് ആരെ കുറിച്ചാ? ആൻഡ് 5 ടൈംസ് ദ റിമൈൻഡർ. നോക്കി, ദ ഡിവൈസർ ഈസ് ഡിവൈസർ എന്തൊക്കെയാണ് നോക്കി? കോഷ്യന്റിന്റെ 10 മടങ്ങും പിന്നെന്താ റിമൈൻഡറിന്റെ 5 മടങ്ങും. ക്ലിയർ ആണോ? ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക, മനസ്സിലാക്കുക. ദ ഡിവൈസർ ഈസ് 10 ടൈംസ് ദ കോഷ്യന്റ് ആൻഡ് 5 ടൈംസ് ദ റിമൈൻഡർ. ഡിവൈസർ എന്ന് പറയുന്നത് എന്താ? കോഷ്യന്റിന്റെ 10 മടങ്ങും റിമൈൻഡറിന്റെ 5 മടങ്ങും. ക്ലിയർ ആണോ? നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പാർട്ട് നമ്മൾ ഫില്ല് ചെയ്തു. ഡിവൈസർ എന്ന് പറയുന്നത് കോഷ്യന്റിന്റെ 10 മടങ്ങ്. അത് മാത്രമാണോ? അല്ല. ഈക്വൽ ടു എന്ത് റിമൈൻഡറിന്റെ 5 മടങ്ങും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ദ ഡിവൈസർ ഈസ് 10 ടൈംസ് ദ കോഷ്യന്റ് ആൻഡ് 5 ടൈംസ് ദ റിമൈൻഡർ. ദ ഡിവൈസർ ഈസ് 10 ടൈംസ് ദ കോഷ്യന്റ് ആൻഡ് 5 ടൈംസ് ദ റിമൈൻഡർ. കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ. ബാക്കി നമുക്ക് നോക്കാം. ഫസ്റ്റ് സെന്റൻസ് കഴിഞ്ഞു. ഇഫ് ദ റിമൈൻഡർ ഈസ് 46. നമ്മുടെ ജോലി എളുപ്പമായി. എങ്ങനെ എളുപ്പമായി? റിമൈൻഡർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തേക്കുക. എത്രയാ? 46. റിമൈൻഡർ 46 എന്ന് കൊടുത്തിരിക്കുക. എങ്ങനെ എളുപ്പമായെന്ന് പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടേ? ഡിവിഡൻഡ് കണ്ടുപിടിക്കുക. അതാണ് നമ്മളുടെ മുമ്പിലുള്ള ടാസ്ക്. ഓക്കെ. എങ്ങനെ കണ്ടുപിടിക്കാടെ? റിമൈൻഡർ ഉണ്ട്. ഒന്ന് നോക്കിയേ. എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാമോ? ഡിവൈസർ ഈക്വൽ ടു 5 ഇൻറ്റു റിമൈൻഡർ എന്ന് എനിക്ക് എഴുതാമോ? എഴുതാലോ. നമ്മളുടെ ഉദ്ദേശം എന്താ? ആൻസറിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഡിവിഡൻഡ് കണ്ടുപിടിക്കുക. അതിന് എന്തൊക്കെ വേണം? എനിക്ക് റിമൈൻഡർ വേണം. റിമൈൻഡർ എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഡിവൈസർ കണ്ടുപിടിക്കണം, കോഷ്യന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അതാണ് നമ്മുടെ ടാസ്ക്. നോക്കി, റിമൈൻഡർ എൻ്റെ കയ്യിലുണ്ട്. ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്താ? 5 ടൈംസ് കോഷ്യന്റ് ആണ്. 5 ടൈംസ് റിമൈൻഡർ ആണ്. ഡിവൈസർ എന്ന് പറഞ്ഞാൽ 5 ടൈംസ് റിമൈൻഡർ ആണ്. നോക്കി, റിമൈൻഡർ എന്താ? എനിക്ക് റിമൈൻഡർ എന്താ? 46. അപ്പോൾ ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്താ? 5 ഇൻറ്റു റിമൈൻഡർ എന്താ? 46. ഇപ്പോൾ ഡിവൈസർ എന്ത് വരും? 5 ഇൻറ്റു 46 മൾട്ടിപ്ലൈ ചെയ്യാൻ മടിയാണോ? ട്രിക്ക് പറഞ്ഞുതരാം. ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആ നമ്പറിന്റെ പകുതി അങ്ങ് എടുക്കുക. ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആ നമ്പറിന്റെ പകുതി എടുക്കുക. ഏത് നമ്പറിന്റെ? 5നെ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറിന്റെ പകുതി എടുക്കുക. 5നെ ഇവിടെ 46 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതിന്റെ പകുതി എന്താ? 46ന്റെ പകുതി 46 ഡിവൈഡ് ബൈ 2 എന്താ? 23 ആണല്ലോ. 23 ആണല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക? ആ കിട്ടിയ റിസൾട്ടിനെ 10 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ് ആൻസർ? 230. ക്ലിയർ ആണോ? 5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലും ഇതേ രീതി ഫോളോ ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്? ഏത് നമ്പറിനെയാണോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറിന്റെ പകുതി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ റിസൾട്ടിനെ, ആ പകുതിയെ 10 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് കിട്ടി നമുക്കിവിടെ? 5 ഇൻറ്റു 46 230.
ഓക്കെ ആണോ? 230, 5 × 46, 230. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ കിട്ടിയത്? ഡിവൈസർ കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെ വേണം? ഡിവൈസർ നമ്മളുടെ ഉണ്ടോ? ഉണ്ട്. റിമൈൻഡർ ഉണ്ടോ? ഉണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടേ? കോഷ്യന്റ് വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഒന്നും ചെയ്യണ്ട. നോക്കിയേ, ഡിവൈസറിന് ഒരു ഫോർമുല മാത്രമല്ലല്ലോ ഉള്ളത്. ഡിവൈസറിന് എന്താ ഉള്ളേ? ഡിവൈസർ ഈക്വൽ ടു 10 × കോഷ്യന്റ്. 5 × റിമൈൻഡർ മാത്രമല്ലല്ലോ ഡിവൈസർ, 10 × കോഷ്യന്റും കൂടെ ആണല്ലോ ഡിവൈസർ. അപ്പൊ എന്ത് ചെയ്യുക? കോഷ്യന്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടില്ലേ? കാരണം എന്താ? ഡിവൈസർ നമ്മുടെ കയ്യിലുണ്ട്. ഇതാ നടക്കുന്നു 230. അപ്പൊ കോഷ്യന്റ് എന്താ? നോക്കി, കോഷ്യന്റ് എന്ത് വരും? ഡിവൈസർ ഡിവൈഡഡ് ബൈ ഈ 10 ഇപ്പുറത്ത് പോയാൽ പോരെ, കോഷ്യനെ ഒറ്റയ്ക്കാക്കുക. അതാണ് നമ്മളുടെ ടാസ്ക്. 10 ഇപ്പുറത്ത് പോവാ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. കോഷ്യന്റ് ഈക്വൽ ടു എന്താ? ഡിവൈസർ എന്താ? 230 ബൈ എന്താ ചെയ്യണ്ടേ? 10. 230 ബൈ 10 എന്താ? 23. ഇപ്പൊ നമുക്ക് കോഷ്യന്റ് കിട്ടിയില്ലേ? കിട്ടി. ഇനി നമുക്ക് എന്താ? ഡിവിഡൻഡ് നമുക്ക് പഠിച്ച ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും നമുക്ക് ചെയ്യണ്ട. ഡിവിഡൻഡ് ഈക്വൽ ടു എന്താ? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. മറക്കരുത്, ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഓക്കെ, ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഡിവൈസർ എന്താ? നമുക്കിവിടെ ഡിവൈസർ ഇതാ 230 ആണ് ഡിവൈസർ. 230 നമ്മളുടെ ഡിവൈസർ. ഇൻറ്റു എന്താ നമ്മളിവിടെ ചെയ്യണ്ടേ? കോഷ്യന്റ് ഇതാ കിട്ടി 23 പ്ലസ് എന്ത്? റിമൈൻഡർ ഓൾറെഡി ഇതാ ക്വസ്റ്റ്യന് തന്നേക്കുന്നു 46. ചെയ്യാൻ എളുപ്പമല്ലേ? ഇതാ മൾട്ടിപ്ലൈ 230 23 വന്നു സാർ എന്നാരും കരയരുത്. 23ന്റെ സ്ക്വയർ അറിയാത്ത ആരും ഇനി ഇത് ഇരിക്കരുത്. 23ന്റെ സ്ക്വയർ എന്താ? 529. അപ്പൊ 23 × 230 എന്താ? ഒരു 0 ഇട്ടാ പോരെ? 5290. 230 ഇൻറ്റു 23 5290 പ്ലസ് എന്താ നമ്മുടെ 46. എന്ത് കിട്ടുവാടാ? നോക്കി, ഇവിടുന്ന് ഒരു 10 കൊടുത്തേ. ഞാനത് മാറ്റി എഴുതാം. 5290. ഈ 46നെ എനിക്ക് 10 + 36 എന്ന് എഴുതാലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഈ 10 എന്തുകൊണ്ടാണ് ഞാൻ എടുത്തത്? 20 എന്താ എടുക്കാൻ ചെയ്തത്? ഈ 10 ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ എന്തായി? 5300 ഇവിടെ. ഇപ്പം നമുക്ക് പിന്നെയും എളുപ്പമായി. ക്ലിയർ ആണോ? 10 ഇവിടെ ഇട്ട് കൊടുത്താൽ 5300 പിന്നെ നമുക്ക് എളുപ്പമായി. അപ്പോൾ എന്താ നമ്മുടെ ആൻസർ? 5300 + 36 എന്ത് വരുവടാ? 5336. 5336 നമ്മുടെ ആൻസർ. ഓപ്ഷനിലില്ല. ഇപ്പോൾ ഓപ്ഷൻ ഒന്നും ഇട്ടോ. 5336 ആണ് കേട്ടോ നമ്മുടെ ആൻസർ. 5336 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ ഈ പറഞ്ഞത്? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. അതിനു മുമ്പ് ചെറിയ ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്. നോക്കി, നമ്മളുടെ ഈ യൂട്യൂബിൽ പോകുന്നതിന് പാരലായി ഇതിലും എഫക്റ്റീവായി ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഗ്രൂപ്പ് ഡി അസ്ത്ര ബാച്ച് നമ്മുടെ ദിശ അക്കാഡമി ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 50 പേർക്ക് 2999 രൂപയ്ക്കായിരിക്കും ആ കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഓഫറോട് കൂടിയാണ് നമ്മൾ ഈ പ്രൈസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ വേണം, ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യണം എന്ന ഉദ്ദേശമുള്ള എല്ലാവരും എന്ത് ചെയ്യുക? ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. കൂടുതൽ ഡീറ്റെയിൽസിനായി നമ്മളുടെ ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തൊരു മോഡൽ ചോദ്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ പേടിക്കണ്ട, നമുക്ക് ഇതെല്ലാം എക്സാമിന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വിടാൻ പറ്റില്ല. ഓക്കെ. when a number n is divided by 13 n എന്ന് പറയുന്ന നമ്പറിനെ 13 എന്ന് പറയുന്ന എന്താ 13ന്റെ പേര് നമ്മൾ എന്ത് വിളിക്കും? ഇനി ഡിവൈസർ.
ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ വന്നേ? 5 ഈക്വൽ ടു റിമൈൻഡർ എന്ത് വന്നു? 5 വന്നു. ക്ലിയർ ആണോ? ഫസ്റ്റ് സെന്റൻസ് ഓക്കെ ആണോ? എ നമ്പർ n when divided by 13 leaves remainder 5. ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക? അടുത്ത സെന്റൻസ് എന്താ? വാട്ട് വിൽ ബി ദ റിമൈൻഡർ വെൻ 3n ഈസ് ഡിവൈസിബിൾ ബൈ 13? 3n ഈസ് ഡിവിസിബിൾ ബൈ 13. അതായത് നമ്മളുടെ n എന്ന് പറയുന്നത് എന്താ? നമ്മുടെ n എന്ന് പറയുന്നത് എന്താ? ഡിവിഡൻഡ് അല്ലേ? ഡിവിഡൻഡ് ആണല്ലോ n. ആ ഡിവിഡൻഡിന്റെ 3 ഇരട്ടി, ഡിവിഡൻഡിന്റെ 3 ഇരട്ടിയെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് റിമൈൻഡർ വരും? അതായത് നമ്മളുടെ ഈ ഡിവിഡൻഡിന്റെ 3 ഇരട്ടിയെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് വരും? അതാണ് ചോദ്യം, അതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇപ്പോൾ നമ്മളിത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? അതിനു മുമ്പ് കുറച്ചൊരു എക്സാമ്പിൾ വഴി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റാക്കി തരാം. നോക്കി ഞാൻ 13 ഡിവൈഡഡ് ബൈ 4 സിമ്പിൾ 2 നമ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. 13 എന്ന ഡിവൈഡൻറ്റിനെ 4 എന്ന ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. റിമൈൻഡർ എന്ത് വരും ഇവിടെ? എന്ത് വരും? നിങ്ങളൊന്ന് പറഞ്ഞേ. 4 × 3 12 ആണ്. അപ്പോൾ എന്താ റിമൈൻഡർ വരുന്നത്? 1 അല്ലേ? 1 ആണല്ലോ റിമൈൻഡർ വരുന്നത്. ആണല്ലോ, 1 ആണ് റിമൈൻഡർ വരുന്നത്. ക്ലിയർ ആണോ? പിന്നെ ഇനി അടുത്തൊരു സാധ്യത കൂടി പറയാം. നിങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. അതുകൊണ്ട് അടുത്തൊരു കാര്യം പറയാം. ശ്രദ്ധിച്ചിരിക്കുക. നോക്കി, ഈ റിമൈൻഡറിനെ ഞാൻ ഈ നമ്പർ കൊണ്ടൊന്ന് മൈനസ് ചെയ്തേ. നോക്കി, 13 എന്ന് പറയുന്ന നമ്പറിനെ റിമൈൻഡർ കൊണ്ട് മൈനസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 12. ഈ 12നെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? റിമൈൻഡർ 0 ആവുക. റിമൈൻഡർ 0 ആവില്ലേ? ഞാൻ ഈ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവുമല്ലോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. ഇങ്ങനൊരു സാധ്യത കൂടി അതിനുണ്ട്. ഇങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുക എന്ന് നിങ്ങൾ മനസ്സിൽ തന്നെ വെച്ചിരിക്കുക. ഓക്കെ, നോക്കി, അങ്ങനെയാണ് എങ്കിൽ 26 ഡിവൈഡഡ് ബൈ 4 എന്താടാ റിമൈൻഡർ? 26 ഡിവൈഡഡ് ബൈ 4 റിമൈൻഡർ എന്ത് വരും? നോക്കി, 4 × 6 എന്താ? 24. 4 × 5 എന്താ? 4 × 7 എന്താ? 28. അപ്പൊ ഇതിന്റെ നടുക്കല്ലേ നമ്മുടെ നമ്പർ 26. അപ്പൊ എത്രയാ റിമൈൻഡർ വരിക? 2 അല്ലേ? 26നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ വരും? വരുവടാ? 2. ഓക്കെ ആണോ? ശ്രദ്ധിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പറയുന്നത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പറയുന്നത്. നോക്കി, ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ അടുത്ത ഒരു 2 നമ്പർ 16 ഡിവൈഡഡ് ബൈ 7 റിമൈൻഡർ എന്താടാ? 7 × 2 14 ആണ്. ബാക്കി എത്ര? 2 റിമൈൻഡർ. ഓക്കെ, ഇനി 32 ഡിവൈഡഡ് ബൈ 7 റിമൈൻഡർ എന്ത് വരുവടാ? 7 × 4 28. ബാക്കി റിമൈൻഡർ 4. ഓക്കെ, ഇതിലെല്ലാം കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. നോക്കി, 13ന്റെ ഇരട്ടിയല്ലേ 26? ആണല്ലോ. 13 × 2 അല്ലേ 26? ആണല്ലോ. റിമൈൻഡറിൽ വന്ന മാറ്റം നോക്കിയേ. അതും ഇരട്ടിയല്ലേ? ക്ലിയർ ആണോ? നമ്മളുടെ 13 എന്ന് പറയുന്ന ആദ്യത്തെ ഡിവിഡൻഡിന്റെ ഇരട്ടിയാണ് നമ്മൾ രണ്ടാമതെടുത്ത ഡിവിഡൻഡ്. ക്ലിയർ ആണോ? ഡിവൈസർ മാറുന്നില്ല, ഡിവിഡൻഡ്. ക്ലിയർ ആണോ? അപ്പോൾ റിമൈൻഡറിന് എങ്ങനെയാ മാറ്റം വന്നേ? സെയിം മാറ്റമാണ്. അവിടെ ഇരട്ടിയായെങ്കിൽ ഇവിടെ എന്താ? റിമൈൻഡറിൽ എന്താ? 2 ഇരട്ടിയായി. അത്രേ ഉള്ളൂ. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഈ 16ന്റെ ഇരട്ടിയല്ലേ 32? നമ്മളുടെ ആദ്യത്തെ ഡിവിഡൻഡ് ആയ 16ന്റെ ഇരട്ടിയല്ലേ 32? ആണോ? ആണ്. ഇനി റിമൈൻഡറിൽ വന്ന മാറ്റം നോക്കി. റിമൈൻഡർ 2 ആയിരുന്നു, എന്തായി? 4 ആയി. അതും ഇരട്ടിയല്ലേ? സെയിം മാറ്റമല്ലേ വന്നത്? ഒരേ മാറ്റമല്ലേ വന്നത്? ക്ലിയർ ആണോ? ഡിവൈസർ അവിടെയും സെയിം തന്നെയാണ്, മാറുന്നില്ല. ക്ലിയർ ആണോ? ഓക്കെ ആണോ?
ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം നോക്കിയേ, n ഡിവൈഡഡ് ബൈ 11 ഏത് നമ്പറോ ആയിക്കോട്ടെ റിമൈൻഡർ 1 വന്നു. ക്ലിയർ ആണോ? റിമൈൻഡർ 1 വന്നു. നോക്കിയേ ഇനി 3n ഡിവൈഡഡ് ബൈ 11 റിമൈൻഡർ എന്ത് വരുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. n ഡിവൈഡഡ് ബൈ 11 റിമൈൻഡർ 1, അതിന്റെ 3 ഇരട്ടിയാണ് എന്ത്? 3n. 3 ഇരട്ടിയാണ് 3n. അങ്ങനെയുള്ള ഒരു നമ്പറിനെ 11 കൊണ്ട് സെയിം ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്താ റിമൈൻഡർ വരുന്നത്? സെയിം മാറ്റം തന്നെയല്ലേ? അതേ മാറ്റം തന്നെയല്ലേ? ഇവിടെ 3 ഇരട്ടിയാണെങ്കിൽ ഇവിടെ എന്താ? 3 ഇരട്ടി ആവണം. അപ്പോൾ റിമൈൻഡർ എന്താ? റിമൈൻഡർ 1 ആയിരുന്നു, അതിന്റെ 3 ഇരട്ടി എന്താ? 3. 1 × 3 3. നമ്മുടെ ആൻസർ എന്താ? 3. ക്ലിയർ ആണോ? ഇതെല്ലാം ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അതേപോലെ n ഡിവൈഡഡ് ബൈ 13 റിമൈൻഡർ 5 വന്നു. അങ്ങനെയാണെങ്കിൽ 3n ഡിവൈഡഡ് ബൈ 13 റിമൈൻഡർ എന്ത് വരും? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇവിടുന്ന് തന്നെ നമ്മൾ ആൻസർ എത്തും. എന്താണ് ആൻസർ? എന്താണ് നമ്മളുടെ ആൻസർ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. നോക്കിയേ, വെൻ നമ്പർ n ഈസ് ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്ന നമ്പറിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 5 വന്നു. n-ന്റെ 3 ഇരട്ടി 3n-നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എന്ത് വരും? ഇനി മറക്കുവോ? 3n ഡിവൈഡഡ് ബൈ 13 എത്രയാ ചേഞ്ച്? 3 ഇരട്ടിയാണ് ചേഞ്ച്. അപ്പോൾ റിമൈൻഡറും എത്ര മാറ്റം വരണം? 3 ഇരട്ടി മാറണം. അപ്പോൾ എന്താ? 5-ൽ നിന്ന് എന്താവും? 5 × 3 എന്താടാ? 15. അപ്പൊ റിമൈൻഡർ എന്താ? 15. ഓപ്ഷനിലുണ്ടോ ആൻസർ? ഓപ്ഷനിൽ കാണില്ല. ഇല്ല. കാരണം എന്താ? അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. റിമൈൻഡർ will not be greater than divisor. നോക്കിയടാ, ഇവിടെ നമ്മളുടെ ഡിവൈസർ എന്താ? 13. റിമൈൻഡർ എന്താ വന്നേ? 15. നോക്കിയേ, ഡിവൈസറായ 13-നെക്കാട്ടിൽ കൂടുതലല്ലേ റിമൈൻഡറായ 15? ശിഷ്ടം നമുക്ക് കൂടുതലല്ലേ ഡിവൈസറിനെ കാട്ടി? ആണ്. അപ്പോൾ നമുക്ക് എന്താ? നോക്കിയേ, റിമൈൻഡർ will not be greater than divisor. അപ്പോൾ എന്താ? ഇവിടെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റിയൽ റിമൈൻഡർ അപ്പോൾ എന്ത് വരും? നോക്കിയേ, വേറെ ഒന്നും ചെയ്യേണ്ട. ആ കിട്ടിയ റിമൈൻഡറിനെ ഒന്നും കൂടെ ഡിവൈസർ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് എന്തോ വന്നോട്ടെ, ഡിവൈസറിന് മുകളിൽ എന്തോ വന്നോട്ടെ, എന്ത് ചെയ്യുക? ആ കിട്ടിയ റിമൈൻഡറിനെ ആ ഡിവൈസർ കൊണ്ട് ഒന്നുകൂടെ അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഇനി എന്തോ വന്നോട്ടെ, ഒരു പ്രശ്നമില്ല. ക്ലിയർ ആണോ? 15-നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് വരും? 13 × 1 13. പിന്നെ എത്ര വരുന്നത്? 2. ഓപ്ഷനിലില്ലേ? 2 ഓപ്ഷനിലില്ലേ? ഉണ്ട്. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. റിമൈൻഡർ വിൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ ഡിവൈസർ. അത് മറന്നു പോകരുത്. ആൻസർ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകരുത്. ആൻസർ ഉണ്ട്. ആൻസർ എന്താ? ആ വലിയ റിമൈൻഡറിനെ ഡിവൈസർ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും നമ്മുടെ ആൻസർ. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 6 ലീവ്സ് എ റിമൈൻഡർ 3. എ നമ്പറിന് ഞാൻ n എന്ന് കൊടുത്തു. നമ്പർ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഡിവിഡൻഡ് ആണ്. വെൻ ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡിവിഡൻഡിനെ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറാണ് 6. അപ്പം അതിൻ്റെ പേരെന്താടാ? ഡിവൈസർ. n എന്ന് പറയുന്ന നമ്പറിനെ 6 എന്ന് പറയുന്ന ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എന്ത് വന്നു? 3 വന്നു. ക്ലിയർ ആണോ? n എന്ന് പറയുന്ന നമ്പറിനെ 6 എന്ന ഡിവൈസർ കൊണ്ട്, n എന്ന് പറയുന്ന ഡിവിഡൻഡിനെ 6 എന്ന ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 എന്ന് പറയുന്ന റിമൈൻഡർ വന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. അടുത്ത് നോക്കിയേ, വാട്ട് വിൽ ബി ദ റിമൈൻഡർ ഇഫ് ദ സ്ക്വയർ ഓഫ് ദി സെയിം നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 6? അതായത് n സ്ക്വയറിനെ 6 എന്ന ഡിവൈസറും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരും? ഇതാണ് നമ്മളുടെ ചോദ്യം. ക്ലിയർ ആണോ?
n ആയിരുന്നു നമ്മുടെ ഡിവിഡൻറ്റ്. ആ എന്നിൻ്റെ സ്ക്വയർ കൊണ്ട് നമ്പറിൻ്റെ സ്ക്വയർ കൊണ്ട് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് റിമൈൻഡർ ആണ് നമുക്ക് വരുന്നത്? അതാണ് നമ്മളുടെ ചോദ്യം. ക്ലിയർ ആണോ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം, കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കി, എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 6 റിമൈൻഡർ 3. വാട്ട് വിൽ ബി ദ റിമൈൻഡർ ഇഫ് സ്ക്വയർ ഓഫ് ദി നമ്പർ, n ആണ് എൻ്റെ നമ്പർ, ഞാൻ കൊടുത്തത് n എന്നാണ്, അതിൻ്റെ സ്ക്വയർ എന്താ? n സ്ക്വയർ ഡിവൈഡഡ് ബൈ 6. റിമൈൻഡർ എന്താണ്? വാട്ട് ഈസ് ദ റിമൈൻഡർ? ഇതാണ് ചോദ്യം. നമ്മൾ പഠിച്ചതല്ലേ, ഇനി എന്തെങ്കിലും മാറ്റണോ? എന്നിൽ നിന്ന് എങ്ങനെയാണ് മാറുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ആദ്യത്തെ ഡിവിഡൻറ്റിൽ നിന്ന് രണ്ടാമത്തെ ഡിവിഡൻറ്റ് എങ്ങനെയാണ് മാറുന്നത്, അതേ മാറ്റം റിമൈൻഡറിൽ മാറുക. അത്രേ ഉള്ളൂ. എങ്ങനെയാണോ മാറുന്നത്? എങ്ങനെയാണ് നമ്മളുടെ നമ്പർ മാറുന്നത്? നോക്കിയേ എന്നിൽ നിന്ന് സ്ക്വയർ ആണ് മാറുന്നത്. സ്ക്വയർ ആണ്. അപ്പോൾ എന്താ? നമ്മുടെ റിമൈൻഡറിൻ്റെയും സ്ക്വയർ എടുക്കുക. റിമൈൻഡറിൻ്റെ സ്ക്വയർ എന്താ? 3 സ്ക്വയർ എന്താ? 9. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? റിമൈൻഡർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിവൈസർ. പക്ഷെ അങ്ങനെ വരുമോ? ഇല്ല. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്കിപ്പോൾ അറിയാലോ. ആ കിട്ടിയ റിമൈൻഡറിനെ ഒന്നും കൂടി എന്ത് ചെയ്യുക? ഡിവൈസർ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. 6 ഡിവൈഡ് ബൈ 9 എന്താ? റിമൈൻഡർ വരുന്നത് 3. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഇതാ കിടക്കുന്നു, 3. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള മോഡലല്ലേ ഇത്? ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്. ഈ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസിന് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ ഇനി നിങ്ങൾ ചെയ്യണം, എന്നിൽ നിന്ന് എന്ത് മാറ്റം വരുന്നോ ആ മാറ്റം റിമൈൻഡറിലും കൊടുക്കുക. അത്രേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. എന്നിൽ നിന്ന് എന്ത് മാറ്റം വരുന്നോ, ആദ്യത്തെ ഡിവിഡൻറ്റിൽ നിന്ന് എന്ത് മാറ്റം വരുന്നോ അതേ മാറ്റം എന്ത് ചെയ്യുക? റിമൈൻഡറിലും കൊടുക്കുക. അത്രേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്നത്തെ സെഷൻ ഇതിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആപ്പിൽ എടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നമുക്കൊരു ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മൾ ആപ്പിൽ അതിലും മേന്മയോടുകൂടി ആപ്പിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും നമ്മളുടെ ആപ്പിലേക്കും വരിക, ക്ലാസ് പർച്ചേസ് ചെയ്യുക, എല്ലാവരും പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവർക്കും നന്ദി.